സ്ക്വിഡ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണേ. ഞാൻ സാധാരണ റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയാണ് എടുക്കുക. ഇവിടെ ഇരുമ്പ് ചീനച്ചട്ടിയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ടിട്ട് വഴറ്റുക. ഇങ്ങനെ പുക വരണമെന്നൊന്നും ഇല്ല എണ്ണയിൽ നിന്ന്. സവാള, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വഴറ്റി അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് തീ കുറച്ച് കൂട്ടി വെച്ചിട്ട് അടയ്ക്കാതെ വഴറ്റിയെടുത്താലും മതി. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരു 10-12 വെളുത്തുള്ളി ചതച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ ഡയഗണലായിട്ട് എങ്ങനെ വേണം അരിയാം. ഞാൻ ഡയഗണലായിട്ടാണ് പൊതുവെ അരിയാറ്. അരിഞ്ഞു വെച്ച പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ അടച്ചു വയ്ക്കണമെന്നില്ല. തീ ഒരുവിധം കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇതിനെ കുറച്ച് സവാളകളൊക്കെ ഒരു ബ്ലാക്കിഷ് ബ്രൗൺ ആവണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അപ്പോൾ നന്നായിട്ട് വഴറ്റി അതിനെ ബ്ലാക്കിഷ് ബ്രൗൺ ആക്കണം. ആ സമയത്ത് നമുക്ക് പൊടികളെടുത്ത് വയ്ക്കാം. ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. അപ്പോൾ അത് കണ്ടോ, ഉള്ളിയൊക്കെ കുറച്ച് ഉള്ളിയൊക്കെ നല്ല ബ്രൗണായി. അപ്പോൾ പൊടികൾ അതിലേക്ക് ഇടാം ഈ സമയമാകുമ്പോൾ. എന്നിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇത് വഴറ്റി നല്ല റോസ്റ്റ് ആവണം. ഇതാണ് കൈൻഡ് ഓഫ് നമ്മുടെ മെയിൻ പാർട്ട്. പച്ചമണമൊക്കെ മാറി എല്ലാം അതിൽ പിടിച്ച് നമ്മുടെ മസാല നല്ല സൂപ്പറായിട്ട് വരണം. ഈ സമയത്ത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ക്വിഡ് പിന്നെ നോക്കാം. നമുക്ക് ടൊമാറ്റോ ഇട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പ് കുറച്ച് കൂടുതലിട്ടിട്ടുള്ളതുകൊണ്ട് ടൊമാറ്റോ ഇട്ട ശേഷം അങ്ങനെ ഉപ്പിട്ടിട്ടില്ല. പക്ഷേ ടൊമാറ്റോ ഇടുമ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം വേവും. അപ്പം ഈ തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്തോടണം. അതാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ സ്ക്വിഡ് നമ്മൾ നേരത്തെ ചെറുതായിട്ടൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങ നീര്, ഇത്ര വെച്ചിട്ടാണ് മാറിനേറ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് ഇതൊന്നായി കഴിയുമ്പോഴത്തേക്കും, ഈ മസാല ആയി കഴിയുമ്പോഴത്തേക്കും സ്ക്വിഡ് ഇതിലേക്ക് ഇടണം. അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് മസാല. നമുക്ക് തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞ് നല്ല പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. ഇങ്ങനെ ആവണം. അപ്പോൾ നമുക്ക് സ്ക്വിഡ് ഇതിലേക്ക് ഇടാം. ഞാൻ സ്ക്വിഡിൻ്റെ തലയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. തലയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ചെറിയ ടെൻറ്റിക്കിൾസ് മാത്രം എടുത്തിട്ടുണ്ട്. ചില ആൾക്കാർ ഇത് എടുക്കില്ല. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എടുക്കണ്ട. റിങ്ങായിട്ട് അരിഞ്ഞു വെച്ചതാണ്. ചില ആൾക്കാർ റിങ്ങായിട്ടല്ല ക്യൂബ്സൊക്കെ ആയിട്ട് അരിയും. എനിക്ക് പൊതുവേ സ്ക്വിഡൊക്കെ റിങ്ങായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അപ്പം മസാലയൊക്കെ നമുക്ക് നന്നായിട്ട് അതിലേക്ക് ഇളക്കി പിടിപ്പിക്കണം. എല്ലാ സൈഡിലേക്കും ഇങ്ങനെ കോരി വെച്ച് കൊടുക്കാം. മസാലയിൽ കവറാവട്ടെ സ്ക്വിഡ്. ഇളക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ട് അടച്ച് വെച്ച്, ആക്ച്വലി നമ്മൾ ഹൈ ഫ്ലെയിമിൽ അടച്ച് വെക്കണം. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതിലെ വെള്ളമൊക്കെ, സ്ക്വിഡിൽ നിന്ന് നല്ല വെള്ളം ഊറും. ഓൾറെഡി അറിയായിരിക്കും, എന്നാലും പറയാമല്ലോ. അപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് ഊറി പിന്നെ അത് വറ്റണം. അപ്പോഴാണ് റോസ്റ്റ് ആവുക. അപ്പം ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. കണ്ടോ, വെള്ളമൊക്കെ ഊറി വന്നു. സ്ക്വിഡിന് ഒരു 15 മിനിറ്റ്സൊക്കെ, ചില ആൾക്കാർ അത്ര പോലും വേവിക്കാറില്ല, ഒരു 10-15 മിനിറ്റ്സിലൊക്കെ ആവും കേട്ടോ സ്ക്വിഡ്. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ റബ്ബറി ആയിപ്പോൾ. അപ്പോൾ ഇതൊരു 5 to 7 മിനിറ്റ്സിലാണ് ഇത്ര വെള്ളം ഇറങ്ങിയത്. ഇനി ഒരു 5 to 10 മിനിറ്റ്സ് നമുക്ക് വെക്കാം. അപ്പോൾ നന്നായിട്ട് വെള്ളം വരും. കണ്ടോ, അടച്ചു വെച്ചതാട്ടോ. ഇപ്പോൾ അടപ്പ് തുറന്നാണേ. കണ്ടോ, നന്നായിട്ട് ഗ്രേവിയൊക്കെ ഇറങ്ങി വന്നു. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ വറ്റിച്ചെടുക്കണം അതിന്. ഇപ്പോൾ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനിയും വറ്റണം. പക്ഷേ ഓൾമോസ്റ്റ് ഇത്രയും വറ്റുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് കുറച്ച് 2 സാധനങ്ങൾ ഇടാനുണ്ട്. ഒന്ന് പെപ്പർ പൗഡർ നമ്മൾ നേരത്തെ മസാലയിൽ ഇട്ടിട്ടില്ല. അപ്പോൾ പിന്നെ ഗരം മസാല, അത് രണ്ടും ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി കുറച്ചുകൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് രണ്ടും ഇടുന്നതും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ടേസ്റ്റൊക്കെ ഒന്ന് കൂടും. കണ്ടോ, നന്നായിട്ട് വറ്റി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഓഫ് ചെയ്യാറായിട്ടുണ്ട് കേട്ടോ. കുറച്ച് പച്ചക്കറിവേപ്പില,
പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഓഫ് ചെയ്യുക, അടച്ച് വയ്ക്കുക. കഴിഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നിരുന്നിട്ട്, ഇരുമ്പ് ചീനച്ചട്ടിയല്ലേ, ഇരുന്നിരുന്നിട്ട് നന്നായിട്ട് ഇനിയും പറ്റും നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും. കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയി. ഇതിനേക്കാളും ഡ്രൈ ആക്കാം വേണമെങ്കിൽ നമുക്ക്. അപ്പോൾ കണ്ടോ, നല്ല ഡ്രൈ ആയി. ഇനി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. ഓക്കെ, ബായ്. അത്രേ ഉള്ളൂ കേട്ടോ.